ഒരുപാടൊന്നും എനിക്ക് പറയാനില്ല. ഇവിടെ വന്നപ്പോഴത്തെ എല്ലാം പോയി. കാരണം മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. ഇത് ഒരു സ്റ്റോറിയോ അങ്ങനെയുള്ളതൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും എൻ്റെ മനസ്സിൽ ശരിക്കും തങ്ങി നിൽക്കുന്നത്. മറ്റേ അങ്ങനെയല്ല, കാണാതെ പഠിച്ചൊന്ന് പറയാൻ പറ്റും. ഇപ്പോൾ പക്ഷേ എനിക്കൊന്ന് ബ്ലാങ്ക് ആണ് എൻ്റെ മൈൻഡ്. I am Mini from Hindi Department of St. Gregorius Central School. Today to present here chapter 17. Nothing like growing in the right hand. ശരിയായ കൈകളിൽ വളരുന്നതിന് സമാനമായി മറ്റൊന്നില്ല. അത് ശരിയാണ് പറയുന്നത്. ശരിയായ കരങ്ങളിൽ എത്തപ്പെട്ടാൽ മാത്രമേ നാം അത്രത്തോളം വളരാവോ, അത്രത്തോളം എത്തിപ്പെടൂ എന്നുള്ളതാണ്. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഫോർമൽ സിസ്റ്റമാറ്റിക് ട്രെയിനിങ് അല്ലെങ്കിൽ ചിട്ടയോടുകൂടിയുള്ള പരിശീലനം നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കും. എക്സാമ്പിൾ ഒരുപാട് ഇതിന് മഹാട്രിയ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഞാൻ ചിട്ടയായിട്ടുള്ള ഒരു പരിശീലനത്തിലൂടെയാണ് ഇന്ന് ഞാൻ കാണുന്ന എൻ്റെ ഈ ആരോഗ്യം ഈ രീതിയിൽ എത്തപ്പെട്ടത്. കാരണം രണ്ടാമത്തെ പ്രസവത്തിൽ ഞാൻ 70 കിലോയിൽ കൂടുതലുണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞപ്പോൾ നന്നായി തടി വെച്ചു. ആദ്യത്തെ പ്രസവത്തിൽ ശരിയായ പരിചരണം ലഭിച്ചില്ല. കുട്ടിക്ക് ചില അസൗകര്യങ്ങളും അസുഖങ്ങളും ഒക്കെ ഉള്ളത് കാരണം എനിക്ക് ഉറക്കം നിൽക്കേണ്ടതായിട്ട് വന്നു ഒരുപാട് നാളുകൾ, അതായത് മാസങ്ങളോളം. ആ കാരണത്തിൽ എൻ്റെ ശരീരം പോഷിച്ചില്ല. അപ്പോൾ എല്ലാവരും അറിയാമല്ലോ, ഭർത്തൃ വീട്ടുകാർ പറയുമല്ലോ, ശരിയായിട്ട് പരിചരിച്ചില്ല എന്ന് പറയുമല്ലോ. ആ പേര് എനിക്കും കേട്ടിട്ടുണ്ട്. ശരിയായിട്ട് ആഹാരം കഴിച്ചില്ല എന്നുള്ള പേര് വന്നു. അതോടുകൂടി രണ്ടാമത്തെ പ്രസവത്തിൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിച്ചു. കാരണം ആരും പരാതി പറയരുതല്ലോ എന്ന് വിചാരിച്ച് ശരിക്കും ഭക്ഷണം കഴിച്ചു. അതിൻ്റെ കൂടെ ആയുർവേദ മരുന്നുകൾ, ഇന്നും ആയുർവേദ മരുന്നുകളാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അതിലൂടെ 70 കിലോയിലധികമായി. അപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ശരീരത്തെ പറ്റി യാതൊരു ബോധവും ഇല്ലെന്ന് തന്നെ പറയാം. കാരണം തടി ഉണ്ടെന്നോ അല്ലെ എനിക്കതൊരു അസൗകര്യമായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് റോഡ്, വന്നിട്ടുള്ളവർക്കറിയാം. വീടിൻ്റെ ഫ്രണ്ടിലാണ് റോഡ്. പെട്ടെന്ന് തന്നെ ഇറങ്ങിച്ചല്ലോ. ഒരു പച്ചക്കറിക്കാരൻ ഒരിക്കൽ വന്നു. ആ സമയത്ത് വീട്ടിൽ പച്ചക്കറി തീർന്ന സമയമായിരുന്നു. ഞാൻ പച്ചക്കറിക്കാരൻ്റെ അടുത്തോട്ട് സാധനം വാങ്ങിക്കാൻ പോയി. ഈ സമയത്ത് തന്നെയാണ് വലിയൊരു വണ്ടി അതിനെ പാസ് ചെയ്ത് പോകേണ്ടത്. അപ്പം ഞാൻ നിൽക്കുന്നത് ഇങ്ങനെയാണ്, പച്ചക്കറി ഇവിടെ നിൽക്കുന്ന ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. വണ്ടി ഹോണടിക്കുക, വണ്ടി ശരിക്കും ഹോണടിക്കുക. കാരണം മെലിഞ്ഞ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വണ്ടി പാസ് ചെയ്തു പോകും. അപ്പോൾ എൻ്റെ തടി കാരണം അയാൾ ഹോണടിച്ചിട്ട് പറയാം, എന്തുവാ ചേച്ചി ഈ കാണിക്കുന്നത്? ഞാൻ ചോദിച്ചു എന്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചില്ല. അപ്പോൾ പച്ചക്കറിക്കാരൻ പറഞ്ഞ എന്താണെന്നറിയോ, ചേച്ചി തടി അല്പം കൂടുതലായി മാറി നിന്നേക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരഞ്ഞു പോകുന്നു. അപ്പോൾ അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ശരിക്കും കൊളുത്തി. അപ്പോൾ അത്രയ്ക്ക് തടിയാണ്. എനിക്ക് ആരും പറഞ്ഞിട്ടില്ലല്ലോ തടിയാണെന്ന്. കാരണം വീട്ടുകാർക്ക് പറയാൻ പറ്റത്തില്ല. ആദ്യം പറഞ്ഞ പരാതി അവിടെ കിടക്കുന്നത് കൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചിട്ടയായിട്ടുള്ള പരിശീലനത്തിലൂടെ നിരന്തരം ഭക്ഷണം ക്രമീകരിച്ചു, അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്തു. ഇതിലൂടെയൊക്കെ തന്നെ ഞാൻ എൻ്റെ തടി പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചു. ഇപ്പം ഞാൻ 59 കിലോ ഉണ്ട്. അപ്പോൾ ഈ തടി തന്നെയാണ് പിന്നിപ്പം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ശരിയായ പരിശീലനത്തിലൂടെ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ എന്നെ ഇവിടെ എത്തിച്ച ഈ HR അറേഞ്ച് ചെയ്ത ജിജോ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും, അതോടൊപ്പം എനിക്ക് ലോട്ടിട്ട് എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ രമ ടീച്ചറിന് ഒരുപാട് നന്ദി. നമസ്കാരം.